പോയല്ലോ. ഇന്നലെ രാത്രി വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. എന്റെ അണ്ണാ ഞാനിതൊക്കെ സഹിക്കില്ല. ചേച്ചി ഓ ചേച്ചി പോട്ടെ ചേച്ചി, നല്ലവരെയൊക്കെ ദൈവം നേരത്തെ വിളിക്കും. നിന്നെ ഇപ്പൊ ആര് വിളിച്ചടാ? നിന്നെ ഇപ്പൊ ഞാൻ ആര് വിളിച്ച്? അതല്ല പറഞ്ഞത്, അതൊന്നും അല്ല, അങ്ങനെ അല്ല, അതല്ല പറഞ്ഞത്. മരിക്കാതെ എന്തായാലും മരിക്കും. ആര് മരിച്ച്? ആര് മരിച്ചെന്ന്? മരണമല്ലേ? ഇവിടെ വെള്ള തുണി മൂടി ഇട്ടേക്കണ്. അത് കൊള്ളാം. എന്തായാലും വെള്ളത്തുണി മൂടി ഇടുന്നതല്ല അങ്ങ് മരണമാണോ? അങ്ങനെയാണോ ചായക്കടയിൽ പൊറോട്ടയ്ക്ക് മാവ് കഴിച്ചിട്ട് മേളിലെല്ലാം വെള്ളത്തുണി ഉണ്ടല്ലോ, അതെല്ലാം ചത്ത് കിടക്കുവാന്നോ? ഞാൻ ചോദിക്കുവാ കേട്ടോ. പൊന്നു സഹോദരങ്ങളെ, മരിച്ചതല്ല. പിന്നെ ഇന്നലെ രാത്രി ഒരു മിന്നല്, ഒരു പൊട്ടല്. എന്റെ അണ്ണനങ്ങ് ഗൾഫിൽ നിന്ന് ഉണ്ടാക്കിയ പൈസ മൊത്തം ഇലക്ട്രോണിക് സാധനം എല്ലാം അടിച്ചു പോയി മക്കളെ. നിങ്ങൾക്കറിയാമോ? ആ അടിച്ചു പോയ സാധനം എല്ലാം കൂടെ ഞാനിവിടെ മൂടിയിട്ടേക്കുവാ കേട്ടോ. അല്ലാതെ എന്റെ അണ്ണൻ സത്തൊന്നും അല്ല, മനസ്സിലായോ? ഇന്നലെ അടിച്ചു പോയപ്പോഴേ ഞാൻ ആ കാലിനെ വിളിച്ചു പറഞ്ഞതാ ഇതൊന്ന് ശരിയാക്കി തരണേന്ന്. അവ ഇപ്പൊ വരാന്ന് പറഞ്ഞതാ, ഇതേവരെ വന്നില്ല. വല്ല ഇലക്ട്രോണിക്സ് പണിക്കാരനാ കേട്ടോ. എന്റെ അണ്ണൻ ഇതറിഞ്ഞ അവിടെ തിരിച്ചിട്ടുണ്ട്. കട്ടപ്പെട്ട പൈസ ഇല്ലയോ? എവിടെ എത്തിയോ എന്തോ, ഫ്ലൈറ്റ് കേറിയോ? ആ വെല്ലുണ്ടോ വെല്ലുണ്ടോ അണ്ണാ? അണ്ണാ വിമാനത്തെ ഇരുന്ന അണ്ണാ? നീ കിടന്ന് ബഹളം ഉണ്ടാക്കാതെ, ഞാൻ ഫ്ലൈറ്റിന്റെ അറ്റത്തിരിപ്പുണ്ട്. പ്ലേറ്റിന്റെ അറ്റത്തിരിക്കുന്നോ? വറുത്ത മീനോ? അണ്ണന്റെ സ്വഭാവങ്ങളുണ്ട്. ദൈവമേ, എനിക്കാണെങ്കിൽ സഞ്ജു സാസന്റെ കളി കാണണം, സീരിയല് കാണണം. ഇതിനി എപ്പ ശരിയാക്കിയിട്ട എനിക്കൊന്ന് കാണണേ. ഞാനിനി എപ്പ കാണണേ? എനിക്കൊന്ന് കണ്ടാ മതിയേ. രണ്ടെണ്ണ എന്തൊരു ബഹളം ചേച്ചി, എന്തുവാ ചേച്ചി ഇവിടെ? അവിടുന്ന് ഒരു അയലത്തുകാരിയാ കേട്ടോ. ഇവിടുത്തെ പ്രശ്നം ഇപ്പഴാ ഓടി വരുന്നത്. എന്തുവാണ് ഇവിടെ മക്കളെ? ഇന്നലെ രാത്രി ഒരു മഴയത്തൊരു കൊല്ലാനും ഒരു മിന്നൽ കേട്ടായിരുന്നു. അയ്യോ ചേച്ചിയുടെ സുരേഷ എല്ലാം ഇട്ടിട്ട് പോയേ. യോജിക്ക് വ്യത്യാസം ഉണ്ടല്ലോ. അല്ല, ചേച്ചിയുടെ അണ്ണൻ ചേച്ചി ഇട്ടിട്ട് പോയേ. അയ്യോ, ഇന്നലെ വിളിച്ചപ്പോഴും പറഞ്ഞ് വനജേ നിനക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന്. ഈ കിടക്കുന്ന ആണോ അണ്ണ? നീ എന്തുവാണ് പറയുന്നത്? കത്ത് കിടക്കുന്ന സമയത്തെങ്കിലും ഞാനിത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ അണ്ണന്റെ ആത്മാവിന് പോലെ ശാന്തി കിട്ടത്തില്ല. തുറന്ന് പറഞ്ഞാന്ന് കേക്കട്ടെ. ചേച്ചിക്ക് അറിയാമോ, ചേച്ചിക്ക് ഒരു നൈറ്റ് വാങ്ങിയപ്പോ 10 പട്ട് സാരി അണ്ണൻ എനിക്ക് വാങ്ങി തരുമായിരുന്നു. പറന്നിറങ്ങ് മാത്രോ പക്ഷെ ലീവിന് വരുമ്പോ അപ്പളും ഓറഞ്ച്, മുന്തിരി, ഏത്തപ്പഴം എന്തെല്ലാം പഴവർഗ്ഗങ്ങൾ എനിക്ക് വാങ്ങിച്ചു തരുമായിരുന്നേ. സാധനം വാങ്ങിക്കാൻ പറയുമ്പോഴത്തെ അവന്റെ വായി പഴം, ബാക്കിയല്ല അവിടെ കൂട്ടി കൊടുത്തേക്കുവാ. പറന്നിറങ്ങ് തരാം. അത് മാത്രോ, ഈ പാവം പിടിച്ച ഗൾഫിൽ കിടന്ന് ജോലി ചെയ്ത് എന്തെങ്കിലും അധിക വിഹിതം കിട്ടിയ ആ പൈസ വരുന്നത് എന്റെ അക്കൗണ്ടിലായിരുന്നു. അത് അഹിത വിഹിതമല്ല, ഇതിനാണ് പറയുന്നത് അവിഹിതം. അയ്യോ, ഒറ്റയ്ക്ക് കരയാൻ വയ്യേ, ഒന്ന് കോസ് കരഞ്ഞ് സപ്പോർട്ട് ചെയ്യണേ. അയ്യോ, എന്റെ നാക്ക് കൊടയുന്ന ചേച്ചി, കാല് തളരുന്ന ചേച്ചി, എന്റെ സകല നടിഞ്ഞിടുമ്പോ തളർന്നു പോകുന്ന ചേച്ചി. പറഞ്ഞുണ്ടോ? എന്റെ അണ്ണനെ എനിക്കൊന്ന് കാണണേ, എന്റെ അണ്ണനെ എനിക്കൊന്ന് കാണണേ. അയ്യോ, എന്റെ അണ്ണനെ എനിക്കൊന്ന് കാണണേ. ഹലോ ജാഫറടിക്ക്, ഈ കിടക്കുന്ന പിടിൽഫാനാണോ എന്നെ മരിച്ചുപോയി നിന്റെ അണ്ണൻ? പറയടി, നീ കുറച്ചു മുമ്പ് ഒരു അമ്മയുടെ വയറ്റിന്ന് പിറന്നില്ലെങ്കിലും കൂടപ്പുറപ്പിനെ പോലെ കഴിഞ്ഞ അണ്ണന് എന്തെങ്കിലും സംഭവിച്ചാ എനിക്ക് സഹിക്കാൻ പറ്റുമോ ചേച്ചി? ഒരു സെക്കൻഡ് നമ്മൾ ലോജിക്കട ചടപ്പ് കണ്ടോ? കൂടപ്പിറപ്പ് പറന്നിറങ്ങ് കേട്ടോ. കോഴിക്കോട് അടക്കട്ടെ ചേച്ചി. കോഴി ഇനി വരട്ടെ, കൂട്ടിലടക്കണോ വീട്ടിൽ കയറ്റണോ ഞാൻ തീരുമാനിക്കും. നീ ഇനി വന്നേ. ഇലക്ട്രോണിക്സ് ശരിയാക്കാൻ വരുന്നില്ല, പയ്യൻ വരുന്നുണ്ട്. അകത്ത് വെച്ച് കട്ടൻ ചായ ഇട്, ബാക്കി നമുക്ക് പിന്നെ സംസാരിക്കാം. പോ അങ്ങോട്ട്. ഹലോ ചേച്ചി, എന്ത് സംസാരം ചേച്ചി സംസാരിക്കുന്നത്? ഞാൻ ഇപ്പൊ ഒന്ന് ശരിയാക്കിയ ഫാൻ കറങ്ങുന്നില്ലെന്നോ? അതങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആ ഒരു കാര്യം ചേച്ചി,
അവിടെ വീട്ടിൽ കിടക്കുന്ന ഒരു കസാര എടുത്ത് ജനലിന്റെ ഫ്രണ്ടിൽ അങ്ങോട്ട് കൊണ്ടിട്. എന്നിട്ട് ജനൽ തുറന്ന് നിന്നിട്ട് എത്തി വലിഞ്ഞ് റോഡിലോട്ട് നോക്കി ഫാൻ ശരിയാക്കാൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ, ഫാൻ ശരിയാക്കാൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നീട്ടി ഒരു വിളിയങ്ങ് വെച്ചൂടാ. അല്ല പിന്നെ നീ ഇങ്ങ് വന്നേ, ആ? ഇങ്ങോട്ട് വന്നേ. ചേച്ചി. ഇത് അടിച്ചു പോയ സമയത്ത് നിന്നെ വിളിച്ചപ്പോ നീ എന്തോ പറഞ്ഞേ? ചേച്ചി ഇതാ വരുന്നെന്ന്. ഈ ഉച്ച സമയത്താണോ വരുന്നത്? ചേച്ചി ആ. പണിയുടെ തിരക്കായി പോയി ചേച്ചി. പണിയുടെ തിരക്ക്. ഓടുന്നു എല്ലാം കഴിച്ചോടാ നീ. ഇല്ല ചേച്ചി, ഈ ഉച്ച സമയത്ത് ചൂടായിട്ട് എന്ത് കിട്ടും? ടെറസിന്റെ മണ്ടലോട്ട് കയറിയില്ല, നല്ല വെയിൽ കിട്ടും. ഇച്ചിരി എണ്ണ തേച്ച് കഴിഞ്ഞാൽ വറുത്ത് ഞറക്കാം. ചേച്ചി, തമാശ പറയാനുള്ള സമയമല്ല. നല്ല വിശപ്പുണ്ട് ചേച്ചി. നല്ല വിശപ്പുണ്ടെങ്കിൽ അത് കീപ്പ് ചെയ്യണം. ഇതിന്റെ മേളിൽ വേറെ ഒരു ആഹാരം കഴിക്കരുത് കേട്ടോ. ഈ വിശപ്പിനെ സൂക്ഷിച്ചാൽ ഗിന്നസ് ബുക്ക് പേര് കിട്ടൂടാ. നല്ല വിശപ്പ് അഴുക്കാക്കി കളയരുത്. ചേച്ചി എന്ത് സംസാരിക്കുന്നത്? ഇന്നലെ അമ്മ തന്ന 2 ഇഡ്ഡലിയിലെ പുറത്താ ഞാൻ നിൽക്കുന്ന അറിയാവോ? ബാലൻസ് കിട്ടത്തില്ലേടാ അത്. ചെത്തി ഊപ്പാട് വരത്തില്ലേ? ഈ രണ്ടിട്ടത് മേലേക്ക് എങ്ങനെ നിൽക്കാൻ പോകുന്നു? സർക്കസുകാരനോടാ. അയ്യാ, വിശന്ന് വലഞ്ഞു വന്നവന് ഒരു തുള്ളി ആഹാരം കൊടുക്കല്ലേ കേട്ടാ. അതൊക്കെ പോട്ട്. ആ. എടാ കരിമീൻ കഴിക്കുവാടാ. പിന്നെ കരിമീൻ പിന്നെ കഴിക്കത്തില്ലയോ? അതിനും ഇല്ലേ വിശപ്പും ദാഹമൊക്കെ? എവിടെ പോകുന്നടാ ഇത്? എടാ അതല്ലെന്ന്. പിന്നെ നല്ല കരിമീൻ വറുത്തതിനകത്ത് കുറച്ച് ചോറിനകത്ത് പുളിശ്ശോരി, കുറച്ച് സാമ്പാറും ഒക്കെ ഇട്ട് നന്നിട്ട് ഇടക്കിടക്ക് ഒരു 3 പിടി ചോറ് കഴിക്കുന്നോണ്ട് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നാ ചേച്ചി കഴിച്ചിട്ട് വരാം. ഇതൊക്കെ ഒന്ന് ശരിയാക്കി. ഇവിടെ ഇരിക്കുന്നു കേട്ടോ. ഇത് ശരിയാക്കാൻ നോക്കടാ. അയ്യോ എന്റെ ചേച്ചി, ഇത് ഒരു ലോഡ് സാധനം ഉണ്ടല്ലേ ചേച്ചി. ഇത് എന്റെ പൊന്നുപോലെ എന്നെണ്ണം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് ഇലക്ട്രോണിക് സാധനമല്ല ഇന്നലെ അടിച്ചു പോയടാ. ചേച്ചി ചേച്ചി കരയണ്ട. ഞാനേ ഈ അടിച്ചു പോയ സാധനം എല്ലാം സെക്കൻഡ് ഹാൻഡ് വിലക്ക് ഞാനങ്ങ് എടുത്തോളാം. ചേട്ടാ എവിടെ ചേച്ചി? അങ്ങനെ അടിച്ചു പോയിട്ടില്ല. പറന്നിറങ്ങട്ട് അടിച്ചിറക്കും. അന്നും പറഞ്ഞുകൊണ്ട് പോയാ മതി നീ. എന്റെ ചേച്ചി കുടുംബം ആവുമ്പോ ചില പ്രശ്നങ്ങളൊക്കെ കാണും. എന്നാലുവോ അപ്പോഴേ മക്കളെ മക്കളെ കളയാനോ? പിന്നെ ആരെടുത്തോണ്ട് വരൂടാ? അതല്ല പിന്നെ മക്കളൊക്കെ ചോദിച്ചപ്പോ 2 ലക്കളൊക്കെ കൂടിപ്പോയത്. ലക്കളൊക്കെ ഇവിടെ വേണ്ട, വീട്ടിൽ പോയി ഇളക്കിയാ മതി. മക്കളൊക്കെ എവിടെയെന്ന്? മക്കളൊക്കെ പുറത്തിരുന്ന് പഠിക്കുവാ. അതെന്താ അകത്ത് കയറാൻ സ്ഥലമില്ലേ? അതല്ലെന്ന്, പുറത്ത് സ്റ്റേറ്റിൽ പോയി പഠിക്കുവാന്ന്. ഓഹോ, എന്റെ ദൈവമേ, എന്റെ 2 കുഞ്ഞുങ്ങൾക്ക് ഒരാപത്തും വരല്ലേ. അതൊക്കെ ഞാൻ കടാകടിയന്മാരായ 4 പുലിക്കുട്ടികൾക്ക് ജന്മം കൊടുത്തവളാണ് ഞാൻ. ചിലതൊക്കെ കേൾക്കുമ്പോ മണ്ടയ്ക്ക് കയറുവാ. ഇതിന്റെ മറുപടി പോയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഈ 4 ഘടാകടിയന്മാരായ പുലിക്കുഞ്ഞുങ്ങളെ നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. അയ്യോ ചിരി ചൂപ്പാട്. 7 മണി കഴിയുമ്പോ നേരെ കിട്ടുമ്പോ ഇവളെ വീട്ടിന്റെ അടുത്തോടെ ജനൽ വഴി ഒന്ന് പാസ് ചെയ്യണം. ഈ ഘടാകടിയമായ പുലിക്കുഞ്ഞുങ്ങൾ ജനൽ തുറന്നിട്ട് അതിൽ കൂടെ മൂത്രം ഒഴിക്കും. ചേച്ചി ഞാൻ ചോദിക്കട്ടെ, ഇതിന് ഞാൻ ഏതാദ്യമേ ശരിയാക്കട്ടെ? എന്റെ പൊന്നോനെ TV സീരിയലൊക്കെ കാണാം, ആദ്യം TV ശരിയാക്ക്. അല്ലെ ടിവിക്ക് എന്തോ കംപ്ലൈന്റ് എന്ന് പറഞ്ഞ? TV കാണുന്നില്ലെന്ന്. ഇവരെ കണ്ണ എന്തോന്ന് കുരുവോ താണ്ടി ഇരിക്കുന്നതിന്റെ സോപ്പൂട്ടിയാന്ന്. അതല്ലെന്ന്, TVയിലെ പടം കാണുന്നില്ലെന്നാ പറഞ്ഞത്. അതിനല്ലേ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അതിരിക്കട്ടെ, ടിവിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? എന്തറിയണം? ടിവിയുടെ ഫുൾ ഫോം ഒന്ന് പറയാമോ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് TVയുടെ കളറിന്റെ. ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ കളറിന്റെ ടെലിവിഷൻ. ടെലിവിഷൻ അല്ല, പിന്നെ തല്ലും വഴക്കും. അതെന്താ? നമ്മളിപ്പോ രാത്രി പണിയും കഴിഞ്ഞൊക്കെ ഭർത്താക്കന്മാര് വീട്ടിലോട്ട് വന്നിച്ച് വാർത്ത കാണണമെന്ന് പറഞ്ഞാൽ ഈ പെണ്ണുങ്ങൾ സമ്മതിക്കൂ? അവർ ഈ സീരിയലിൽ നിന്ന് പിടിവിടത്തില്ല. അപ്പൊ റിമോട്ടിന് വേണ്ടി ഭർത്താവ് 1 പറയുന്നു, ഭാര്യ 2 പറയുന്നു, അങ്ങനെ അടിയായി ബഹളമായി. അതാണ് TV, തല്ലും വഴക്കും. അത് പുതിയൊരു വല്യാടെ ഇറക്കാ. പിന്നെ ഇത് എങ്ങനെ സംഭവിച്ചു ചേച്ചി? എന്റെ പൊന്നുമോനെ പറഞ്ഞില്ലേടാ, ഒരു മിന്നൽ, ഒരു പൊട്ടൽ, ഒരു ഒറ്റ അടി, പുക മാത്രമേ ഞാൻ കണ്ടോല്ലടാ. ചേച്ചി ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ നല്ല മിന്നലോ ഇടിയോ വരുമ്പോ ഉണ്ടല്ലോ, എല്ലാം ഊരി ഇട്ടിട്ട് കിടക്കണം. എന്നിട്ട് വേണം പിള്ളേര് ഈ മറ്റേ ക്യാമറയ്ക്കകത്ത് വൈറലാക്കാനായിട്ട്. ചേച്ചി ഇത് എവിടെ പറഞ്ഞു പോകുന്നത്? പറഞ്ഞതിന്റെ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ചേച്ചി വയർ ഊരി വെച്ചിട്ട് കിടക്കണമെന്ന്. സെറ്റുവല്ലല്ലോ ഊരി വെക്കാൻ, 10 മറ്റേ വയറാ. ഇത് എവിടെ ഊരി വെക്കുമെന്നാ ഞാനിത് ആരോട് പറയാനാ? പറഞ്ഞതല്ലേ ഉള്ളു. എന്തായാലും ഇതൊന്ന് നോക്കിട്ട് വേണം. ടിവിയുടെ അകം കണ്ടിട്ടില്ലാത്തവരെല്ലാം വരൂ. വിളിക്കുന്ന ഏട്ടാത്തൊന്നും ലുലുമാളിൽ ടൂറിന് കൊണ്ടുപോകുവാന്ന്. ഇതാണ് സംഭവം. നമ്മളെ പടം കാണിക്കുന്ന സാധനങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. കണ്ട ഇതൊക്കെ കണ്ട അണ്ണതാണ്ട് ഈ ഇരിക്കുന്ന ഇത് എന്തോ അണ്ണ? അതാണ് കാതോട്. അപ്പൊ ആ ഇരിക്കുന്നത് കാതോരമായിരിക്കും അല്ലേ? കാതോട് കാതോരം. കാതോരനല്ലടി, ബീട്രൂട്ട് തോരൻ. ചേച്ചി എടുത്ത് പറഞ്ഞാ ഈ ഇരിക്കുന്ന സാധനമാണ് മദർ ബോർഡ്. അപ്പൊ ആ ഇരിക്കുന്ന ഫാദർ ബോർഡ് ആയിരിക്കും. അതെന്താ അങ്ങനെ ഒരു ചോദ്യം? അത് കുറച്ചങ്ങോട്ട് നീങ്ങിയിരിക്കണം, അതുകൊണ്ട് അതൊന്നും സാധനം ഇച്ചിരി പിണക്കത്തില്ല. എന്താ വല്ല കുഴപ്പമുണ്ടോ? അല്ല ചേച്ചി, ഈ വൈറ്റമിൻ ഗുളി എല്ലാം കൂടി ഇതിനകത്ത് വാരി ഇട്ടേക്കുന്ന എന്തിനാ? അയ്യോ, എനിക്ക് ആശുപത്രി എന്നാ ഗുളിയ മൊത്തം താണ്ടടാ ഇവിടെ വാരി ഇട്ടേക്കുന്നു. എന്റെ പെണ്ണുപിള്ള അത് ഗുളിയല്ല, ഇത് ഇതിന്റെ കമ്പോണൻസ് ആണ്. ഇതുണ്ടെങ്കിൽ ഇത് വർക്ക് ചെയ്യത്തോളൂ. എന്നാ പിന്നെ അത് പറഞ്ഞുകൂടാ, ഞാൻ ഇപ്പൊ അടുത്ത് ഏറ്റല്ലേ ഗുളിയെന്ന് പറഞ്ഞ് വാരി തിന്നുകളയല്ല എന്റെ പൊന്നോ. അതെ, ഒരു സ്കൂട്ടർ കിട്ടുവോ?
പഠിക്കാൻ വന്നവന് സ്കൂട്ടർ അല്ല, ഞാൻ ഇപ്പൊ ബുള്ളറ്റ് വാങ്ങിച്ചേരെ. സ്ക്രൂ ഡ്രൈവർ കിട്ടുമെന്ന്. കൂട്ടർ മാത്രം പറയും, ഡ്രൈവറെയും കൂടെ വെക്കണം. ഇവിടെ കാശിരിക്കുന്നത് വെക്കാനായിട്ട്. ചേച്ചി അതല്ല, മറ്റേ സ്റ്റാറിന്റെ സാധനം ഇല്ലേ ചേച്ചി? ചേട്ടാ നീ ഇവിടെ സ്റ്റാർ നോക്കാൻ വന്നേന്നോടാ നീ? ഈ പെണ്ണുങ്ങൾ എടുത്ത് ഞാനിത് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? നീ പറ. ചേച്ചി ഇത് ഇളക്കാനുള്ള എന്തെങ്കിലും കിട്ടുവോ? ഒരു ചട്ടുക എടുത്ത് കൊടി ചേച്ചി. അതിലൊക്കെ ഉണ്ടാ വന്നതല്ല, ടി വി ശരിയാക്കാനായിട്ട് വന്നതാ. ഒരു കാര്യം ചെയ്യ്, അലമാരയ്ക്ക് അപ്പുറത്ത് കുറെ ഉണ്ടാ പിരിപ്പുണ്ട്. ആ. അതിനകത്ത് ഏതെങ്കിലും പോയി ചെല്ല്. അവിടെ ഉണ്ടാ? ആ ചെല്ല് അങ്ങോട്ട് ഓ, ചെല്ല്. ഓ, നല്ല ഇല്ല ചേച്ചി, ഞാൻ ഇതുകൊണ്ടാണോ ഈ കണ്ണിൽ കണ്ട ഇലക്ട്രോണിക് സാധനങ്ങളൊന്നും ഞാൻ വാങ്ങിച്ചെടുത്തില്ല. ഭയങ്കര തലവേദനയാന്ന്. ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് അങ്ങനെ കുറ്റം പറയല്ലേ. നല്ല വെയിലത്ത് നീ വെട്ട് വിയർത്ത് വരുമ്പോ ഇച്ചിരി കാറ്റ് കൊള്ളണം, നീ എന്തോ ചെയ്യും? എന്തിന്? എന്റെ ഭർത്താവ് ചന്ദ്രനൻ വീശി തരും. അപ്പൊ 2 ഗസ്റ്റ് വരുമ്പോഴത്തേക്ക് ഇച്ചിരി അരിമാ വാട്ടണം, എന്ത് ചെയ്യും? എന്തിന്? എന്റെ ഭർത്താവ് ചന്ദ്രനൻ ആട്ടിത്തരും. അങ്ങനെയാണെങ്കിൽ 2 തുണി കഴിയണം, വാഷിംഗ് മെഷീനിൽ, നീ എന്ത് ചെയ്യും? ഓ, എന്റെ ഭർത്താവ് ചന്ദ്രനൻ അലക്കി തരും. എന്റെ ഭർത്താവിന്റെ പേര് ചന്ദ്രനെന്നല്ല, പിന്നെ? എന്തിനാ? റോബോട്ട് പോലും ചെയ്യാത്ത പണിയാ ഭാവത്തിനെ കൊണ്ട് ചെയ്യിക്കുന്നു. Stop it! ഒരു യൂറോപ്പിലും പോകത്തില്ല, ഇത് ശരിയാക്കിട്ട് പോയാ മതി. അതല്ലേ ചേച്ചി, ഞാൻ കണ്ടുപിടിച്ചു. എന്താന്ന്? ഫീസ് കെട്ടണം. ചോടാ ഇതെന്തോന്ന് കോടതിയോ ഫീസ് കെട്ടാൻ? അതല്ലെന്ന്, ഫീസിന്റെ കുഴപ്പമാണ്. എടാ എത്ര വേല തരാ നീ? അത് ശരിയാക്കാൻ ടി വി കാണോടാ എനിക്ക്. എന്റെ ചേച്ചി നിങ്ങളുടെ വീട്ടിലെ ഫീസ് അടിച്ചു പോയതാണ്. ഒരു ചെറിയ ചെമ്പ് കമ്പി കെട്ടിയിട്ട് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ, അല്ലാതെ ഇതിനൊന്നും ഒരു കുഴപ്പമില്ല. എന്നാ വായു പോലെ നിൽക്കാതെ പെട്ടെന്ന് കെട്ടിയിട സീരിയല് കാണട്ടെന്ന്. ഞാനേ ഫീസ് കെട്ടിയിട്ട് ഞാനങ്ങ് പോകും കേട്ടാ. ഊരി ഇട്ടേക്കുന്നവൻ ആര് വന്ന് ശരിയാക്കൂടാ? അതെ, എനിക്ക് അഴിച്ചിടാനേ അറിയാവൂ, തിരിച്ചു കയറ്റി ശരിയാക്കാൻ അറിഞ്ഞൂടാ. പിന്നെ കടയുടെ ഫ്രണ്ടിൽ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചേക്കുന്നതോ ഇലക്ട്രോണിക് സാധനങ്ങൾ റിപ്പയർ ചെയ്ത് കൊടുക്കപ്പെടും. റിപ്പയർ ചെയ്ത് കൊടുക്കപ്പെടുമെന്നല്ലേ എഴുതി വെച്ചേക്കുന്നത്, അല്ലാതെ അത് ശരിയാക്കി കൊടുക്കുമെന്ന് ഞാൻ എഴുതി വെച്ചിട്ടില്ലല്ലോ. എടാ പ്രാന്താ. നല്ലൊരു പെർഫോമൻസ് നമ്മൾ കണ്ടേ. ചേച്ചി, കർണന് കവചകുണ്ടലം തിരിച്ചു കിട്ടിയതുപോലെ സജീവണ്ണന് നൈറ്റ് തിരിച്ചു കിട്ടി. കിടിലായിരുന്നു. അഞ്ജന ആസ് ഓൾവേസ് നമ്മളെ ഞെട്ടിച്ചു. പിന്നെ ചേട്ടനെ പറ്റി പറയേണ്ട കാര്യമില്ല, ഏത് ക്യാരക്ടറും കിടിലായിട്ട് തന്നെയാണ് ചേട്ടനും ചെയ്തത്. മൊത്തത്തിൽ നല്ലതായിരുന്നു അല്ലേ? അഞ്ജന ചേച്ചിയുടെ കരച്ചില് കലാകഴിയന്മാരായ 4 ആൺമക്കളുടെ അമ്മ. എന്നിട്ട് അത് വിഷയം നമുക്ക് കണക്ട് ചെയ്യാനും പറ്റി. കണ്ടാ ചിരിക്കും എന്ന് പറഞ്ഞപ്പോഴും നല്ലായിരുന്നു. അപ്പം ചേച്ചി നമുക്കിനി ബാറ്ററി നോക്കാം അല്ലേ? പിന്നെ ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് പണമൊഴുകണ കളി പറന്നിറങ്ങേണ്ട ചിരി ചിരി പല ചിരി ദുരിതം താളത്തിൽ ഞാൻ കരനിറയെ പണമൊഴുകണ കളി പറന്നിറങ്ങേണ്ട ചിരി ചിരി പല ചിരി ദുരിതം താളത്തിൽ നൈറ്റിട്ട ചേച്ചിയുടെ മോഹം ഒന്ന് മാറി. അത്ര ഇഷ്ടായില്ലെന്ന് തോന്നുന്നു. കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ശ്വേത ചേച്ചി Yes. 23,000 rupees ആണ് ലഭിച്ചിരിക്കുന്നത്. ക്രെഡിറ്റ് ചെയ്യുന്നത്. ഒന്നും പറയില്ല, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം മാത്രമേ ഉള്ളൂ. അടുത്ത തവണ വരുമ്പോഴത്തേക്കും ഇതിലും ഗംഭീരമായിട്ടുള്ള കൗണ്ടേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. നമ്മൾ ചിരിച്ച് ചിരിച്ച് ചാർജ് കയറ്റി തരുന്നതായിരിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.